അല്പമെങ്കിലും വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. കിട്ടും, പക്ഷേ അവരുടെ ആ സാഹചര്യത്തിൽ കിട്ടുന്ന സന്ദർഭം കുറവായിരിക്കും. അപ്പോൾ അവിടെ എത്തിച്ചു നൽകാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അത് എത്തിച്ചു നൽകിയാൽ അത് ഏറ്റവും കൂടുതൽ അവർക്ക് ആശ്വാസമാണ്. അത് ഞാൻ ചിന്തിച്ചപ്പോൾ സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തൽ എന്ന ആശയം എനിക്കുണ്ടായി. സമ്പത്തുള്ളവൻ അതിൽ നിന്നൊരു വിഹിതം നൽകുന്നതിനേക്കാൾ എത്രയോ മടങ്ങു മഹത്തരമാണ് തന്റെ ഇല്ലായ്മകൾക്കിടയിലും മറ്റുള്ളവർക്കായി വരുമാനത്തിന്റെ ഒരു ഭാഗം കരുതി വയ്ക്കുന്നത്. നന്മ വറ്റാത്ത അത്തരമൊരു മനുഷ്യ സ്നേഹത്തിന്റെ കഥയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് കേൾക്കാനുള്ളത്. ചുട്ടുപൊള്ളുന്ന ഈ വേനലിൽ മൂവാറ്റുപുഴ ടൗണിലെത്തുന്നവരുടെ ദാഹമകറ്റാൻ ഷാജി ചേട്ടന്റെ ഓട്ടോറിക്ഷ ഇന്നൊരു സഞ്ചരിക്കുന്ന തണ്ണീർ പന്തലാണ്. വാഴപ്പള്ളി മുണ്ടക്കൽ MJ ഷാജി എന്ന ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ കഴിഞ്ഞ 33 വർഷമായി മൂവാറ്റുപുഴയുടെ നിരത്തുകളിലുണ്ട്. താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഒരു രോഗി ദാഹിച്ചു തളർന്നു വീഴുന്നത് കണ്ടതാണ് ഷാജി ചേട്ടന്റെ ഉള്ളുലച്ചത്. അന്ന് തുടങ്ങിയതാണ് ഈ സേവന ദൗത്യം. ഞാൻ മൂവാറ്റുപുഴയിലെ ഒരു ഓട്ടോ തൊഴിലാളി, ഇവിടുത്തെ സാമൂഹികപരമായ കാര്യങ്ങളിൽ ഒരു ഇടപെടുകയും ഒരു പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ ഈ 2026 ഏപ്രിൽ അവസാനം മെയ് ആദ്യവാരമൊക്കെ കടുത്ത ചൂടായിരുന്നു. ഈ നമ്മുടെ സ്റ്റേറ്റിൽ മുഴുവൻ കടുത്ത ചൂടും അലർട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതിന് ഇടയ്ക്ക് എനിക്ക് ഗവൺമെൻറ് ആശുപത്രിയിൽ ഒരു രോഗിനെയും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വല്യപ്പൻ ഈ വെള്ളം കിട്ടാതെ, കൂടെ ആരുമില്ല, അദ്ദേഹം ഡോക്ടറെ കണ്ട് മരുന്നും വാങ്ങിച്ച് അവിടെ തളർന്നിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഇങ്ങനെ അവശതയായിട്ടിരിക്കണേ, ഡോക്ടറെ കണ്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, കണ്ടു മോനെ, എനിക്ക് ദാഹിക്കണം, ഇച്ചിരി വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. അതെന്നെ അലട്ടി, വല്ലാതെ അലട്ടി. അപ്പം ഞാൻ എൻ്റെ വണ്ടിയിലിരുന്ന ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു, എനിക്ക് കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളമായിരുന്നു. അത് ഞാൻ അദ്ദേഹത്തിന് നൽകി. അതിനുശേഷം ഞാൻ ചിന്തിച്ചു, ഇതുപോലെ ഒത്തിരി ആളുകൾ ഈ ചൂടിൽ അല്പമെങ്കിലും വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. കിട്ടും, പക്ഷേ അവരുടെ ആ സാഹചര്യത്തിൽ കിട്ടുന്ന സന്ദർഭം കുറവായിരിക്കും. അപ്പോൾ അവിടെ എത്തിച്ചു നൽകാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടെങ്കിൽ അത് എത്തിച്ചു നൽകിയാൽ അത് ഏറ്റവും കൂടുതൽ അവർക്ക് ആശ്വാസമാണ്. അത് ഞാൻ ചിന്തിച്ചപ്പോൾ സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തൽ എന്ന ആശയം എനിക്കുണ്ടായി. പല സംഘടനകളും വ്യക്തികളൊക്കെ ഈ തണ്ണീർപ്പന്തൽ ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്, നാടിനത് വലിയ ആവശ്യമാണ്. അപ്പം ഞാൻ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, എൻ്റെ ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്ന തണ്ണീർപ്പന്തൽ സൗജന്യ സംഭാര വിതരണം എന്ന ബോർഡ് വെച്ച് ഞാൻ ഈ കുടം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ മൺകുടത്തിൽ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് കലക്കി മോര് സൊസൈറ്റിയിൽ നിന്ന് തൈര് വാങ്ങിച്ച് നല്ല ശുദ്ധമായ വെള്ളത്തിൽ ഡയലോട്ട് ചെയ്ത് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില എല്ലാം, ഉള്ളി എല്ലാം ചേർത്ത് അരച്ച് ഒരുക്കി ഞാനത് ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പ്രധാനമായിട്ട് ഗവൺമെൻറ് ആശുപത്രിയുടെ അവിടെ കൊടുക്കും, ടൗണിലെ കച്ചേരി താഴം, അങ്ങനെ ഞാൻ പോകുന്നത് ഏത് വഴിക്കാണോ അവിടെ നിർത്തി, ഒരു കവലയിലായിരിക്കും ചിലപ്പോൾ, അവിടെ നിർത്തി ആളുകളെ വിളിച്ച് 11 മുതൽ 3 വരെയാണ് ഞാൻ ഈ സംഭാരം വിതരണം നടത്തുന്നത്. ഇതാണ് എൻ്റെ രീതി. സ്വന്തം വീട്ടില് അതീവ ശുചിത്വത്തോടെ തയ്യാറാക്കുന്ന രുചികരമായ സംഭാരം മൺകൂജയിൽ നിറച്ച് തൻ്റെ ഓട്ടോയിൽ കെട്ടിവെച്ച് ഷാജി ചേട്ടൻ യാത്ര തുടങ്ങും. ഇഞ്ചി, ചുവന്നുള്ളി, കറിവേപ്പില, കാന്താരി മുളക് എന്നിവ പാകത്തിന് ചേർത്ത് തയ്യാറാക്കുന്ന ഈ സ്നേഹപാനീയം ദിവസവും 200ഓളം പേർക്കാണ് ഇദ്ദേഹം സൗജന്യമായി നൽകുന്നത്. രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കും കൃത്യമായി അദ്ദേഹം ഓട്ടോ സ്റ്റാൻഡിലും താലൂക്ക് ആശുപത്രി പരിസരത്തും എത്തും. തികയാതെ വന്നാൽ വീട്ടിൽ പോയി വീണ്ടും തയ്യാറാക്കി കൊണ്ടുവരാനും ഷാജി ചേട്ടൻ മടിയില്ല. ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഓട്ടോ ഓടിച്ച് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഉപജീവന മാർഗം സംഭരിക്കുകയും, അതുപോലെ ഞാൻ ഈ ഓട്ടോ ഓടിച്ചുള്ള ഒരു
വരുമാനത്തിൽ നിന്നാണ് ഇതുപോലുള്ള സന്നദ്ധ പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നത്. ഇത് ആരിൽ നിന്നും സംഭാവന മേടിക്കാതെ തികച്ചും സൗജന്യമായിട്ട് കൊടുക്കണം എന്നാണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശം 100% ഇപ്പോൾ ഞാൻ പരിപാലിച്ചിട്ടുണ്ട്. ഇതുവരെ സംഭാവന സ്വീകരിക്കാതെ തന്നെ ഞാനിത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവുക. ശുചിത്വം ഉറപ്പാക്കുന്നതിന് മിനറൽ വാട്ടറിലാണ് അദ്ദേഹം സംഭാരം റെഡിയാക്കുന്നത്. പരിസര ശുചിത്വത്തിലും ഈ മനുഷ്യന് വലിയ നിർബന്ധമുണ്ട്. പേപ്പർ കപ്പുകളിൽ സംഭാരം വിതരണം ചെയ്യുമ്പോൾ തന്നെ ആ കപ്പുകൾ അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കാൻ ഓട്ടോയിൽ പ്രത്യേക കവർ കരുതിയിട്ടുണ്ട്. ഇവ ശേഖരിച്ച് കൃത്യമായി സംസ്കരിക്കുകയും ചെയ്യുന്നു. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഉണ്ടാക്കിയ ഗ്ലാസ്സാണ് എങ്കിൽ തന്നെയും ഇത് അലക്ഷ്യമായിട്ട് ഈ ടൗണിലോ എവിടെയോ ഇടരുത്. അതാണ് എൻ്റെ ഒരു രീതി. ഞാൻ അവരിൽ നിന്ന് തന്നെ സാധനം തിരിച്ചു വാങ്ങിച്ച് ഞാൻ സംഭരിക്കുകയാണ്. ഞാൻ ഒരു കൂട്ടിലാക്കിക്കൊണ്ട് പോയിട്ട് ഞാനത് സംസ്കരിച്ച് കളയുകയാണ്. വീട്ടിൽ കൊണ്ടുപോയി സംസ്കരിക്കും. എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ഒഴിഞ്ഞ പറമ്പുണ്ട്, അവിടെ സംസ്കരിച്ച് കളയുക. ശരിക്കും ഒരു പരിസ്ഥിതി സൗഹൃദ അതെ, അതുകൂടെ നമ്മൾ നോക്കണം. അലക്ഷ്യമായിട്ട് കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്നതിലൊന്നും കാര്യമില്ല, ഒരു കാര്യമില്ല. അതാണ് എൻ്റെ രീതി. ഷാജി ചേട്ടന്റെ സേവന ചരിത്രം ഇവിടെയൊന്നും അവസാനിക്കുന്നില്ല. ഹർത്താൽ ദിനങ്ങളിൽ കുടുങ്ങിപ്പോകുന്നവർക്കും ക്യാൻസർ രോഗികൾക്കും അപകടത്തിൽപ്പെടുന്നവർക്കും തന്റെ ഓട്ടോയിൽ സൗജന്യ യാത്രയൊരുക്കി ഇദ്ദേഹം മാതൃകയാവുകയാണ്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലും മുൻനിരയിലുണ്ട്. നമ്മുടെ ഷാജി ഈ വേനൽക്കാലത്ത് ഈ മോരുവെള്ളം സൗജന്യമായിട്ട് നൽകിക്കൊണ്ടാണ് ഇന്നും ആരംഭം. ഇന്നിപ്പോൾ രണ്ടാഴ്ച കൂടുതൽ 3 ആഴ്ച ആയി ഈ വെള്ളം കൊടുത്തു തുടങ്ങിയിട്ട്. ഷാജി തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് വരെ ഈ ഓട്ടോറിക്ഷ ഓടിച്ചും കഷ്ടപ്പെട്ടാണ് ഈ നാരങ്ങ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ നാടിൻ്റെ വികസനം അതെല്ലാം പുള്ളി മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ പ്രവർത്തനങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. ഒരു കക്ഷി രാഷ്ട്രീയം ഒന്നുമില്ല, എല്ലാം മനുഷ്യത്വം. അത്ര പല മേഖലകളിലും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. കോവിഡ് കാലത്തൊക്കെ ഞാൻ തെരുവിൽ അലഞ്ഞു കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണം കിട്ടാതെ ഇപ്പോഴും പൊതിച്ചോറ് വിതരണം ഞാൻ നടത്തുന്നുണ്ട്. മിക്കപ്പോഴും ഞായറാഴ്ചകളിലായിരിക്കും എൻ്റെ പൊതിച്ചോറ് വിതരണം. ഈ പൊതിച്ചോറ് വിതരണം ഇതുപോലെ തന്നെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണോ ചെയ്യുന്നത്? അതെ, തികച്ചും എൻ്റെ സുഹൃത്തുക്കൾ ചിലവർ കൊണ്ടുപോയി എന്നെ പൊതിച്ചോറ് ഏൽപ്പിക്കാറുണ്ട്. അടുത്ത വീട്ടുകാരെ എന്നെ കൊണ്ടുവന്ന്, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഒത്തിരി പേര് എന്നെ പൊതിച്ചോറുമായിട്ട് കാത്തിരിക്കുകയല്ലേ. അത് ഞാൻ മേടിച്ച് സംഭരിച്ച് എൻ്റെ വീട്ടിൽ നിന്നുള്ളതും കൂടി ചേർത്ത് ഞാൻ ഈ തെരുവിൽ അലഞ്ഞു കിടക്കുന്ന കുറേ ആളുകളുണ്ട്. ഒരു ഭക്ഷണവും കിട്ടാതെ അലഞ്ഞു കിടക്കുന്ന കുറേ വൃദ്ധജനങ്ങൾ, കഴിവില്ലാത്തവർ, മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒത്തിരി സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ സഹജീവിയാകുമ്പോൾ അത് സുഹൃത്ത് തന്നെയാണ്. അതാണ്, പരിചയമില്ലെങ്കിലും അത് സുഹൃത്ത് തന്നെയാണ്. അവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യാറ്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് ഞാൻ അന്ന് ആദ്യമൊന്നും ബോഡി എടുക്കാനോ അല്ലെങ്കിൽ അവരിൽ ഇടപഴകാനോ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാനോ കോവിഡ് ബാധിച്ച ആൾക്കാരെ ഒന്നും കൊണ്ടുപോകുന്ന ഒരു സന്ദർഭമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടി മരിച്ച അനേകം രോഗികളെ ഞങ്ങൾ കൊണ്ടുവന്ന് കിറ്റിട്ട് അടക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ആക്സിഡൻറ്റ് നടന്നാൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചാൽ അവർക്ക് എന്തെങ്കിലും നിയമപരമായിട്ട് ചിലപ്പോൾ കുടുങ്ങലുണ്ടാവും, കോടതി കയറേണ്ടി വരും, സാക്ഷി പറയേണ്ടതുണ്ടാവും. അങ്ങനെ ഒത്തിരി അനേക മേഖലകളിൽ നിന്ന് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവാം. അത് വാസ്തവത്തിൽ അതെന്നെ വല്ലാതെ അലട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മനുഷ്യൻ ആക്സിഡൻ്റായി കിടക്കുമ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് പകരം തിരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില വ്യക്തികളിൽ നിന്ന്. അതെന്നെ വേദനിപ്പിച്ച കാരണം ഞാൻ അന്ന് മുതൽ എൻ്റെ വണ്ടിയിൽ ഒരു ആക്സിഡൻറ്റ് സർവീസ് എന്ന് പറഞ്ഞ ഒരു നമ്പർ കൊടുത്ത് അത് ആക്സിഡൻറ്റ് പറ്റി കൊടുത്ത് ഞാൻ ചെന്ന് എനിക്ക് കഴിയുന്ന സഹായങ്ങൾ അവരെ എടുത്ത് ആ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ. എല്ലാവരെയും ഒന്നും ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. ഒടുവ് ചതവ് അങ്ങനെയുള്ളവരെയൊക്കെ, നട്ടലിന് പരിക്കേറ്റവരെയൊക്കെ തീർച്ചയായിട്ടും സ്ട്രെച്ചറിലാണ് ആംബുലൻസ് കയറ്റി വിടേണ്ടത്. അതിനുള്ള സഹായം ഞാൻ ചെയ്യും. ആംബുലൻസ് വിളിച്ച് കൊടുക്കും. അതുപോലെ തന്നെ ആംബുലൻസ് വന്നു കഴിഞ്ഞാൽ സ്ട്രെച്ചറിലുണ്ടാവും. ആ സ്ട്രെച്ചറിൽ കിടത്തി ഭദ്രമായിട്ട് നമ്മൾ ആശുപത്രിയിൽ. എത്ര വർഷമായി ഈ രംഗത്തേക്ക് വന്നിട്ട്? ഞാൻ 12 മുതൽ ഈ രംഗത്തുണ്ട്. 12 വർഷമായി. 12 വർഷമായി അല്ല, 2012 മുതൽ 2012 മുതൽ ഈ രംഗത്തുണ്ട്. കുടുംബത്തില് അമ്മയുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, 2 മക്കള്, 2 പെൺകുട്ടികളാണ്.
ഒരാൾ മൂത്തയാൾ നഴ്സിംഗ് കഴിഞ്ഞ് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരിക്കുന്നു, ഏഴാൾ പഠിക്കുകയാണ്. അവരുടെ ഭാര്യയുണ്ട്. സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? അതിന് തീർച്ചയായിട്ടും സപ്പോർട്ടുണ്ട്. ഈ തൈര് സംഭാരമാക്കാൻ വേണ്ടി അവരെന്നെ ഒത്തിരി ഇത് അരച്ചു തരാനും അതിന് ഒത്തിരി സഹായമൊക്കെ. ഇന്ന് രാവിലെ തന്നെ എൻ്റെ വൈഫാണ് ഇത് മുളകും ഇഞ്ചിയും എല്ലാം മിക്സിയിലിട്ട് അരച്ച് എനിക്ക് തന്നു. എത്ര പേർക്ക് കൊടുക്കുന്നുണ്ട്? ഏകദേശം എത്ര പേർക്ക് കൊടുക്കാൻ പറ്റും? ഒരു പ്രാവശ്യം എന്ന് പറയുമ്പോൾ നല്ല കടുത്ത ചൂടാണെങ്കിൽ 2 പ്രാവശ്യം ഇതിന് നിറച്ച് കലക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ ഏകദേശം ഒരു 650-700 രൂപയോളം ചെലവുണ്ട്. അതായത് ഈ ബോട്ടിൽ വെള്ളമാണ് ഞാൻ മേടിക്കണം, പ്യൂറിഫൈഡ് വാട്ടറാണ് ഞാൻ മേടിക്കുന്നത്, മിനറൽ വാട്ടറാണ് മേടിക്കുന്നത്. അത് കേസ് വഴിയാണ് ഞാൻ മേടിക്കുന്നത്, കേസ് ഉൾപ്പെടെ. അപ്പൊ ഞാൻ എത്ര കേസ് വേണ്ടി വരും? ഒരു 2 കേസെങ്കിലും ചില സന്ദർഭത്തിൽ ഒരു കേസിൽ എത്ര ഉണ്ട്? 12 ലിറ്റർ. 12 ലിറ്റർ ഉണ്ട്. ഓക്കെ. അങ്ങനെ 2 പ്രാവശ്യം മേടിച്ച് ഒരു 25 ലിറ്ററോളം ഞാൻ കലക്കി കൊടുത്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ അത് കുറവായിരിക്കും, ഒരു 10-15 ലിറ്റർ. എങ്ങനെയാലും ചുരുങ്ങിയത് ഒരു 15-16 ലിറ്റർ സംഭാരം ഞാൻ വിതരണം ചെയ്യും. ഏകദേശം ഒരു 200-250 പേർക്ക് ഞാൻ കൊടുക്കാം. തീർന്നു പോകും. മിച്ചം വന്നിട്ടുണ്ടോ? മിച്ചം വന്നിട്ടില്ല, മിച്ചം വരാറേ ഇല്ല. ഇന്നിപ്പോ തന്നെ ഇത് ഫുള്ളായിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്, അത് തീർന്നു, അടിയായി. അപ്പൊ ഇനിയിപ്പോ എത്ര സമയമായി? 3 മണിക്ക്. ഇനിയിപ്പോ വലിയ ചൂടില്ല. 3 മണി ആയല്ലോ. 3 മണി ആയല്ലോ. ഇന്ന് പൊതുവെ ചൂടില്ലാത്തൊരു ദിവസം കൂടെ. ഇന്ന് ഇപ്പൊ ചില മഴക്കാറ് കാണുന്നുണ്ട്. ഇനി നല്ല മഴയത്ത് ഇതിന്റെ പ്രസക്തിയില്ല. കോടികളുടെ നിക്ഷേപമില്ലെങ്കിലും കരുണയുടെ വലിയൊരു സമ്പാദ്യം കാത്തു സൂക്ഷിക്കുന്ന ഷാജി ചേട്ടന് ഈ കത്തുന്ന വേനലിൽ ഒരു തണുത്ത നീരുറവയായി മാറുകയാണ്. നന്മ ഇനിയും പറ്റാത്ത മനുഷ്യർക്കിടയിൽ ഒരു അത്ഭുതമായി ഷാജി ചേട്ടൻ തന്റെ യാത്ര തുടരുന്നു.